ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഒരു വശത്ത്, മറുവശത്ത് വർഷങ്ങളായി ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും സൈനിക ഭീഷണികളും നേരിട്ടിട്ടും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഇറാൻ. പക്ഷേ യുദ്ധഭൂമിയിൽ നടന്നത് ലോകം പ്രതീക്ഷിച്ചതായിരുന്നില്ല. അമേരിക്കയുടെ ആയുധശേഖരം പതിയെ ക്ഷയിക്കുമ്പോൾ ഇറാൻ അതേ വേഗതയിൽ പുതിയ മിസൈലുകളും ഡ്രോണുകളും നിർമ്മിക്കുകയാണെന്ന് അവകാശപ്പെടുന്നു. ഓരോ ആക്രമണത്തിനും പിന്നിൽ പുതിയ കണക്കുകൂട്ടലുകൾ, ഓരോ തിരിച്ചടിക്കും പിന്നിൽ പുതിയ തന്ത്രങ്ങൾ. അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലുകൾ തീരുകയാണോ? ഇറാൻ ശരിക്കും ഉൽപാദനത്തിൽ മുന്നേറുകയാണോ? യുക്രൈനിലെ യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയെ മാറ്റിമറിക്കുകയാണോ? അതോ ഇതെല്ലാം ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ കളിയുടെ ഭാഗമാണോ? വിശദമായി തന്നെ പരിശോധിക്കാം. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടും ഇറാനിലെ IRGCയുടെ മുതിർന്ന ഉപദേഷ്ടാവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ നഖ്ദിയുടെ പ്രസ്താവനകളും ചേർത്ത് നോക്കുമ്പോൾ ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം 5 ദിവസങ്ങളിലായി നടന്ന ശക്തമായ ആക്രമണങ്ങളിൽ ജോർദാനിലെ 3 അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കുഴയ്ക്കുന്നതായി ഒരേ സമയം വ്യത്യസ്ത ദിശകളിൽ നിന്നും വിവിധ ഉയരങ്ങളിൽ നിന്നുമുള്ള ആക്രമണങ്ങളും മധ്യവഴിയിൽ തന്നെ ദിശ മാറ്റാൻ കഴിയുന്ന അത്യാധുനിക മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. ഈ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ അമിത സമ്മർദ്ദത്തിലാക്കുകയും കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതമാക്കുകയും ചെയ്യുകയായിരുന്നു. ജൂലൈ 17 നടന്ന ആക്രമണമാണ് ഈ യുദ്ധത്തിലെ നിർണായക വഴിത്തിരിവായി വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗം ആക്രമണങ്ങളും തടഞ്ഞെങ്കിലും ഒരു ഇറാനിയൻ മിസൈൽ പ്രതിരോധം മറികടന്ന് അമേരിക്കൻ സൈനികരുടെ താമസ യൂണിറ്റിൽ പതിച്ചു. ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേ ആഴ്ച നടന്ന മറ്റ് ആക്രമണങ്ങളിലും നിരവധി സൈനികർക്കും യുദ്ധവിമാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി പെന്റഗൺ പിന്നീട് സമ്മതിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്, ഞങ്ങൾ മിക്കവാറും എല്ലാ മിസൈലുകളും വെടിവെച്ച് വീഴ്ത്തി, ഒരെണ്ണം മാത്രം കടന്നുപോയി എന്നായിരുന്നു. എന്നാൽ ആ ഒരെണ്ണം പോലും അമേരിക്കയുടെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ മതിയായിരുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ യുദ്ധത്തിന്റെ മറ്റൊരു പ്രധാന വശം അമേരിക്കയുടെ പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈൽ ശേഖരത്തിലുണ്ടായ വലിയ കുറവാണ്. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധ കാലയളവിൽ പെന്റഗൺ 1500-ലധികം പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കയുടെ കൈവശം 1700-ൽ താഴെ മാത്രമാണ് ശേഷിക്കുന്നതെന്നും 2025 മുഴുവൻ അമേരിക്ക നിർമ്മിച്ചത് ഏകദേശം 600 ഇന്റർസെപ്റ്റർ മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജോർദാനിലെ ഒരു ദിവസത്തെ ആക്രമണത്തിൽ മാത്രം അമേരിക്ക ഏകദേശം 50 പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചതായും ഓരോന്നിനും ഏകദേശം $4 മില്യൺ ചെലവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ പുതിയ യുദ്ധരീതിക്ക് പിന്നിൽ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉണ്ടെന്നാണ് അമേരിക്കൻ വിദഗ്ധർ വിലയിരുത്തുന്നത്. ആദ്യം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ തിരക്കിലാക്കുകയും തുടർന്ന് വലിയ തോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ബാക്കിയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന റഷ്യയുടെ രീതി ഇറാൻ പിന്തുടരുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ പ്രതിരോധ വിദഗ്ധൻ സ്റ്റേത്ത് ജി ജോൺസ് പറയുന്നത്, മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സംയോജിത ആക്രമണങ്ങളിലൂടെ ഇറാൻ അമേരിക്കൻ വ്യോമ പ്രതിരോധത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണെന്നാണ്. അതേസമയം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് നേരത്തെ ഇറാന്റെ മിസൈൽ ശേഷി ഗണ്യമായി തകർന്നുവെന്നും അവരുടെ ലോഞ്ചറുകളും മിസൈലുകളും നശിപ്പിക്കപ്പെട്ടുവെന്നും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഈ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് അമേരിക്ക കരുതിയിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തന്നെ പ്രതിരോധ ആയുധ ശേഖരമാണ് വലിയ തോതിൽ ചെലവായത്. ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രൊഫസറിന്റെ അഭിപ്രായത്തിൽ 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ഇറാൻ ഇത്തരം ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങിയത്. അമേരിക്കയും ഇസ്രായേലും വളരെ വേഗത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കുന്നതും അതുവഴി അവരുടെ ശേഖരം കുറഞ്ഞു വരുന്നതും ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. യുദ്ധത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ സംഭവം തെക്കൻ ഇറാന് മുകളിൽ അമേരിക്കയുടെ F-15E യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തിയെന്ന അവകാശവാദമാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അനുസരിച്ച് ആദ്യം നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ച് വിമാനത്തിന്റെ കൃത്യമായ സ്ഥാനം, വേഗത, സഞ്ചാര ദിശ എന്നിവ കണ്ടെത്തി. ഈ വിവരങ്ങൾ തത്സമയം ഇറാനിയൻ കമാൻഡർമാർക്ക് കൈമാറിയ ശേഷം ഉപരിതല വ്യോമ മിസൈൽ പ്രയോഗിക്കുകയായിരുന്നു. ആക്രമണത്തിന് മുൻപ് വിമാനത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അര സെക്കൻഡ് മാത്രം മുന്നറിയിപ്പ് ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഏകദേശം $60 മില്യൺ വിലമതിക്കുന്ന ഈ യുദ്ധവിമാനം അതിന്റെ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും രക്ഷപ്പെടാനായില്ലെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഈ സംഭവത്തിലൂടെ വ്യക്തമായ മറ്റൊരു കാര്യം, ഇറാൻ ഇപ്പോൾ ഡ്രോണുകളെ വെറും ആക്രമണ ആയുധങ്ങളായി മാത്രമല്ല അത്യാധുനിക നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളായും ഉപയോഗിക്കുന്നുവെന്നാണ്. ഡ്രോണുകൾ ശേഖരിക്കുന്ന തത്സമയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സംയോജിത യുദ്ധ രീതിയാണ് ഇപ്പോൾ അവർ പിന്തുടരുന്നതെന്ന് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ തന്നെ വിലയിരുത്തുന്നു.
ഇതിനിടെയാണ് IRGCയുടെ മുതിർന്ന ഉപദേഷ്ടാവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസാ നഖ്വിയുടെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത്. ഇറാൻ നിലവിൽ വിന്യസിക്കുന്നതിലും അധികം വേഗത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ആഭ്യന്തരമായി നിർമ്മിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിന്നാലും ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്ക സൈനിക ബജറ്റ് ഇറാന്റെ പ്രതിരോധ ബജറ്റിനേക്കാൾ 100 മടങ്ങ് കൂടുതലായിരുന്നിട്ടും യുദ്ധഭൂമിയിൽ അതിനെ നേരിടാൻ ഇറാന് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഭാവിയിൽ ആവശ്യമായാൽ സ്വന്തം അതിർത്തികൾക്കപ്പുറം ശത്രു രാജ്യങ്ങളുടെ പ്രദേശത്തേക്കും സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ IRGC തയ്യാറാകണമെന്ന ആക്രമണാത്മക സൈനിക സിദ്ധാന്തവും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങാതെ ആവശ്യമായ സാഹചര്യങ്ങളിൽ ദീർഘദൂര സൈനിക നടപടികൾ നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ എല്ലാ സംഭവ വികാസങ്ങളും ചേർത്ത് നോക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വെറും മിസൈലുകളുടെ എണ്ണമോ സൈനിക ബജറ്റുകളോ നിർണ്ണയിക്കുന്ന യുദ്ധമല്ലെന്ന് വ്യക്തമാകുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ, ഡ്രോൺ ഇന്റലിജൻസ്, ഉൽപാദനശേഷി, ആയുധ ശേഖരത്തിന്റെ ദീർഘകാല ലഭ്യത, പുതിയ യുദ്ധതന്ത്രങ്ങൾ എന്നിവയെല്ലാം നിർണായക ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് അമേരിക്ക തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ കൂടുതൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൈർഘ്യമേറിയ യുദ്ധം തുടരാൻ കഴിയുന്ന ശേഷി സ്വന്തമാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. ഇന്ന് യുദ്ധഭൂമിയിൽ മുഴങ്ങുന്നത് വെറും മിസൈലുകളുടെ ശബ്ദമല്ല, മാറുന്ന ലോകശക്തിയുടെ സൂചനകളാണ്. അമേരിക്കയുടെ പ്രതിരോധവും ഇറാന്റെ തന്ത്രവും നേർക്കുനേർ വന്ന ഈ പോരാട്ടത്തിന്റെ യഥാർത്ഥ വിജയികൾ ആരെന്ന് തീരുമാനിക്കുന്നത് ഇനി ചരിത്രമായിരിക്കും.